കുറച്ച് ദിവസമായി നമ്മളെ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇത് കുറേ ആയി നമ്മളെ മുഖം കാണിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. സംഭവം അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ നടക്കണത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല, എവിടെ നിന്ന് വീഡിയോ എടുക്കണം എന്ന് അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്ത് അങ്ങനത്തെ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ പുതിയ എഐൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ആ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം എല്ലാവരും. പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8 മാസത്തിനോട് അടുത്താവുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ക്ലയൻറ്റിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് പല പല ചലഞ്ചസ് നമുക്ക് ഡെയിലി വരലുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ ബിസിനസ്സുകാർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര രസമാണ് ചില ആളുകൾക്ക്. ചിലർ ചെറിയ കാര്യങ്ങളായിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടാവുക. അവർക്ക് ചെറിയ ബഡ്ജറ്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾ വലുതായിരിക്കും. അതായത് ചെറിയൊരു പൈസക്ക് ആഡ് റൺ ചെയ്യണം, അതേപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് അതിനെങ്കിൽ ക്ഷമ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരുപാട് ക്ലെയിംസ് എനിക്ക് ഈ ഇടയ്ക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സംഭവം നമ്മൾ ഫേസ്ബുക്കിൽ ആഡ് റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് റൺ ചെയ്യുമ്പോഴാണ് ഒരു 90% ലീഡ് വരുമ്പോൾ അതിൽ ഇതേപോലുള്ള ലീഡ്സ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ എല്ലാവർക്കും മാക്സിമം പറ്റുന്നത്ര സർവീസ് ചെയ്ത് കൊടുക്കലുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് ഇങ്ങനെ വരുന്ന ക്ലെയിംസ് എല്ലാം നമുക്ക് പൊതുവെ എൻ്റെ പ്രശ്നം എന്നല്ല, നമ്മുടെ പ്രശ്നം എന്നല്ല, മറ്റുള്ള ടീമിനും ഇതേ പ്രശ്നം ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അതായത് ഇവർക്കെല്ലാം വൺ ടൈം മതി ഈ കാര്യങ്ങൾ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും വൺ ടൈം ചെയ്തതിനെയും കൊണ്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാകാൻ പോണില്ല. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടൂല. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് കുറേ മാസങ്ങൾ ചെയ്താൽ മാത്രമാണ് വരുന്നത്. അതിൽ പല ക്ലയൻസും SEO ആണ്. ഇവർക്കിത് പെട്ടെന്ന് വേണം, ഒരു മാസം കൊണ്ട് ഇവരുടെ ഗൂഗിളിൽ ഇവരുടെ ടോപ്പിലെത്തണം, അല്ലെങ്കിൽ ChatGPT, ജെമിനി എല്ലായിടത്തും ഇവർ തന്നെ വേണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഒന്ന് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. I want high quality results, but I'm not paying top dollar. You can't have it both ways. Cheap money and high results isn't reality. That's your problem to solve. It's basic economics. പിന്നെ അതേപോലെക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ കുറേ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഓരോ പുറത്തേക്ക് വിടും. എന്നിട്ട് അവർക്ക് ഒരു കാര്യം മര്യാദക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അവർക്ക് ഒരു സംഭവത്തെക്കുറിച്ച് മര്യാദയ്ക്ക് മെറ്റൽ ആഡ് പോലും റൺ ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടാന്ന് പറഞ്ഞിട്ട് വെറുതെ പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് വിടുന്ന ഒരുപാട് സ്റ്റുഡൻസ് എന്ത് നമുക്ക് ചുറ്റുമുണ്ട്. അവർ ഈ ഫ്രീലാൻസ് വർക്ക് എടുത്തിട്ട് അവർ ചെയ്യുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രീലാൻസ് വർക്ക് എടുത്തിട്ട് ആ ഒരു ക്ലയൻറ്റിനെ അങ്ങോട്ട് വെറുപ്പിച്ച് ചടപ്പിച്ച് കൊടുക്കും. എന്നിട്ട് ശരിക്കും ഇത് മര്യാദയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഏജൻസിയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് എന്താ ആ ക്ലയൻറ്റ് ആകെപ്പാടെ പേടിയായിരിക്കും. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നുള്ളൊരവസ്ഥയാണ്. കാരണം ഒന്നും അറിയാതെ ഓരോന്ന് ചെയ്ത് ആകെ കുളമാക്കി കറക്റ്റായിട്ട് പ്രോപ്പർ സർവീസ് കൊടുക്കാതെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ആളുകൾ പറ്റിച്ച് പണി കിട്ടിയിട്ടുള്ള ഒരുപാട് ക്ലയൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ കുറച്ച് മാസങ്ങൾക്കിടയിൽ പരിചയപ്പെടാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഇതിൽ കുറേ ആളുകൾ കുറേ പഠിച്ചിറങ്ങിയിട്ട് ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ടാവും നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് ഒരു ഇത്ര സമ്പാദിക്കാം, നിങ്ങൾക്ക് അങ്ങനെ സമ്പാദിക്കാം. നിങ്ങൾ അങ്ങനെ സമ്പാദിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാവാതെ അവർ കൃത്യമായ സർവീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ കുറ്റങ്ങൾ മാത്രമല്ലല്ലോ, ഒരുപാട് നല്ല ക്ലയൻസും അതേപോലെ തന്നെ ഒരുപാട് നല്ല പൊളിയായിട്ട് നന്നായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ക്ലയൻസും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നും പെട്ടെന്ന് നമ്മളെ കൊണ്ട് നേടാൻ പറ്റില്ല, അതിൻ്റെതായിട്ടുള്ള ടൈം തീർച്ചയായിട്ടും വേണ്ടി വരും. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനിയും നമ്മളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്, ബിസിനസ്സുകാർക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു ആഡ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, അതിന് എന്തൊക്കെയാണ്, അതിപ്പോൾ നിങ്ങൾ ഏതാണോ ബിസിനസ്, നിങ്ങളെ ബിസിനസ്സിന് എങ്ങനെ എന്നുള്ള രീതിക്ക് നമ്മളൊരു കോഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ഞാൻ ഈ ചാനലിൽ എന്ത് ചെയ്യുന്നതാണ്, ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.